ഹായ് ഫ്രണ്ട്സ്, LBS ത്രൂ BSc നഴ്സിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കാത്തിരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അറിയിച്ചിട്ടുണ്ട്. രണ്ടാം അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കാര്യം. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് ഔട്ട് എടുത്ത ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ച് ഫെഡറൽ ബാങ്ക് ശാഖകൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായോ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഓഗസ്റ്റ് 29 മുമ്പേ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ കിട്ടിയവർ വീണ്ടും ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. ആദ്യമായി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രം ഫീ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഫീസ് ഒടുക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. ഫീസ് ഒടുക്കാത്തവരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതായും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഫീസ് ഒടുക്കിയ അധിക ഫീസ് ഉണ്ടെങ്കിൽ മാത്രം അതായത് ആദ്യം ഫീസ് അടച്ചതിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ ഫീസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ കിട്ടുകയും കൂടുതൽ ഫീസ് വന്നിരിക്കുകയും ചെയ്യെങ്കിൽ മാത്രമാണ് അധിക ഫീസ് അടയ്ക്കേണ്ടത്. അല്ലാതെ പക്ഷം ആദ്യം സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ ഫീസ് അടച്ച് ഇപ്പം ഗവൺമെൻറ്റിലേക്കൊക്കെ കിട്ടിയവരാണെങ്കിൽ ഫീസ് കുറവായിരിക്കും. അവർക്ക് പിന്നീട് ബാലൻസ് ഫീസ് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ പുനഃക്രമീകരണം ഓഗസ്റ്റ് 29 വരെ ചെയ്യാവുന്നതാണ്. LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കുള്ള 5 പുതിയ കോളേജിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താനുള്ള അവസരവും നിങ്ങൾക്ക് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഒരു കോളേജിലും ഇപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ടതില്ല. അഡ്മിഷൻ എടുക്കേണ്ട സമയം പിന്നാലെ അറിയിക്കുന്നതാണ്. കോളേജ് റിപ്പോർട്ടിംഗ് ഈസ് ഓൺലി ആഫ്റ്റർ തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷകർക്ക് പുതുതായി ഉൾപ്പെടുത്തിയ കോളേജുകളിലേക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. 5 കോളേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫീ പെയ്ഡ് ഡയറക്റ്റ്ലി അറ്റ് ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ചെയ്യാം. ബാങ്ക് ശാഖകൾ വഴിയൊക്കെ ഫീസ് അടച്ചാൽ ചിലപ്പോൾ അടുത്ത ദിവസം മാത്രമേ വെബ്സൈറ്റിൽ ക്രെഡിറ്റ് ആയിട്ട് കാണുകയുള്ളൂ. അതിൽ ആകുലപ്പെടേണ്ട കാര്യമില്ല. ഡീറ്റെയിൽസ് കൃത്യമായി സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. എന്തായാലും പുതുതായി അനുവദിച്ചിരിക്കുന്ന 5 കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താം. ഓൾറെഡി ഉള്ള ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. അല്ലാതെ മുന്നേ ഉള്ള കോളേജുകൾക്ക് ഇപ്പോൾ ഓപ്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി തേർഡ് അലോട്ട്മെൻ്റ് ആണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ കോളേജ് ജോയിനിങ് ഉള്ളൂ എന്നും ശ്രദ്ധിക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഒത്തിരി പേരുണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും.